ഹായ്. അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ് നമ്മളെ സായി അണ്ണനിക്ക്. അണ്ണൻ സായി എങ്ങനെ ഇരുന്നുണ്ട് വെല്ലുവിളിക്കുകയാണ്, നീ ഞെട്ടും. വിവിയ നിനക്ക് മൂക്കി കയറ്റണം അല്ലയോടാ, ആരടാ നീ? അയ്യോ ഒന്നും പറയാനില്ല. ഏതായാലും ഒരു കാര്യം പറയാനാണ് ഞാൻ തൽക്കാലം വന്നത്. ഞാൻ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ ലൈവിൽ വന്നപ്പോൾ പലരും ചോദിച്ചത് കൊണ്ട് മാത്രം പോയിരുന്നു ഞാൻ ഈ ലൈവ് കണ്ടതാണ്. ആക്ച്വലി ലൈവല്ല, എൻ്റെ വീഡിയോ. ഈ വീഡിയോ കാണാനൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും എന്താണ് ഈ വാഴത്തോരൻ പറയണമെന്ന് കേൾക്കാമല്ലോ. ആ ഒരു ക്ലിക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അവിടെ നിന്ന് ഒരു അറ്റാക്ക്, ഇവിടെ നിന്ന് ഒരു അറ്റാക്ക്, മറ്റിടത്തുനിന്ന് ഒരു അറ്റാക്ക്, ഇപ്പുറത്തുനിന്ന് ഒരു അറ്റാക്ക്, എല്ലാം കൂടെ കൊണ്ടുവന്ന് വൈറ്റ് വാഷ്. ഗൊത്തിയില്ല ഗൊത്തില്ല. ഇവ എന്തൊക്കെ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ടാലോ? നമുക്കതൊന്ന് കേൾക്കാം. ഇവൻ്റെ വാഴയ്ക്കാത്തോപ്പം നമുക്ക് ആദ്യം കേൾക്കുന്നതല്ലേ നല്ലത്, എന്നിട്ട് നമുക്ക് നമ്മളുടേതായ വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ, പറയട്ടെ ഗൊപ്പില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ നീ പോയപ്പോൾ എന്നെ എന്നൊക്കെ ചെയ്യാവുന്ന ബാക്കി യൂട്യൂബേഴ്സ് കമന്റ്സ് നടക്കുന്നത് അതൊക്കെ ഏത് രീതിയിലാണ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ടോൾ പേജുകൾ കൊണ്ട് പറഞ്ഞ് ജയിക്കുന്നതൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഇതിലും വലിയ കളികൾ കണ്ടിട്ടാണ് ബിഗ് ബോസ് പോയി സമാധാനത്തിന്റെ പാതയ്ക്ക് ഇറങ്ങിയത്. ഇനി ഇതിന്റെ ഹാപ്പിനെസ് നീ ബിഗ് ബോസിൽ പോയത് സമാധാനത്തിന്റെ പാതയിലേക്കാണോ? ആണോ? നിനക്ക് സമാധാനത്തിന്റെ പാതയൊക്കെ അറിയണോ? അയ്യോ. എന്നിട്ട് ട്രോൾ വീഡിയോ ഒക്കെ നാട്ടുകാർ ഇടുന്നതല്ല, നമ്മൾ ഇടിച്ചിനാണെന്ന്. നീ വിവിയെ വെല്ലുവിളിക്കുക. ആയിക്കോട്ടെ പറ. അതിന് മിനിമം ആയിട്ടൊരു സാധനം വേണം, ഉളുപ്പേ. ഉളുപ്പില്ലായ്മ, സ്പെസിഫിക് ഉളുപ്പില്ലായ്മ ഉള്ള ഒരുത്തൻ്റെ അടുത്ത് എന്ത് വാഴ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്ത് വാഴത്തോട്ടം പറഞ്ഞിട്ട് എന്ത് കാര്യം? കവിതച്ചാമിയെ പറ്റിയും എല്ലാവരും ചർച്ച നടത്തുന്നുണ്ട്, സൈനൈഡ് ജോളിയെ പറ്റിയും ചർച്ച നടത്തുന്നുണ്ട്. ആ ലെവലല്ലേ? ആ ലെവലിൽ നീ ഓക്കെ ആണോടാ? നിന്നെ പറ്റി ആളുകൾ അങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിൽ നിനക്ക് ആത്മാദിക്കാം, അല്ല അർമാദിക്കാം, ആഹ്ലാദിക്കാം. ആവശ്യത്തിന് വിഷമം പറയാനേ പറ്റൂ. ചെയ്യും, ഇതിനോട് പറ്റുന്നത് ചെയ്യും. എവിടെയെങ്കിലും വെച്ച് കാണാലോ, ഭൂമി ഇരുന്നല്ലേ കാണാം. സ്നേഹനൊക്കെ സൈബർ ബുള്ളിങ് ഇട്ട് കൊടുത്തത് വിവി. നീ ഞാൻ അറിയാം കുറച്ച് രീതിയിലൊക്കെ സത്യത പാലിക്കുന്നതുകൊണ്ട് അത് ഞാൻ ആദ്യം പറയുന്നു, സ്നേഹയ്ക്ക് കിട്ടിയ ഒരു കിട്ടല്ലേ, സ്നേഹം അനുഭവിക്കുന്ന നീ ഇട്ട് കൊടുത്താൽ ഇട്ട് കൊടുക്കല്ലേ. റിയൽ ലൈഫിൽ ഇത് കൈ കിട്ടിയാണല്ലോ, വീഡിയോ ഇടും. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ പോയി കുറച്ച് ഞാൻ പോകും. നേരിട്ട് കൈ കിട്ടി കഴിഞ്ഞാൽ സായി കൃഷ്ണൻ എന്താണെന്ന് ഒരു വാപ്പ കുട്ടിയത് കൊടുക്കുക. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇത് ഏത് രീതിയിലുള്ള എന്ത് രീതിയിലാണെങ്കിൽ നീ കൊണ്ടുപോയി കൊടുത്തു. ആണെങ്കിൽ കൊണ്ടുപോയി അയ്യോ എന്റെ സീക്രട്ടീച്ചർ സായി ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു ആനോയിൽ ഒട്ടകം സ്നേഹം അനുഭവിച്ച സ്നേഹന്റെ കണ്ണീര് നീ അമ്മ ഇട്ട് കൊടുത്തേനെ. വിവീഹികൾ എന്റെ കണ്ണിന്റെ മുന്നിൽ വരാതിരിക്കുന്നതാണ് കണ്ടൊരാളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയുന്നുള്ളൂ. അല്ല ഞാൻ പറയേണ്ടതെന്ന് വിചാരിച്ചാൽ, കാരണം സ്നേഹം അനുഭവിച്ച സ്നേഹ അച്ഛനാണ്. സ്നേഹം എന്ന് പറഞ്ഞ ലേഡി സ്ട്രോങ് ആയതുകൊണ്ടാണ് അവൾ അന്നാ പിടിച്ചു നിന്നത്. നിന്റെ ആ ഒരു അറ്റ മാറ്റോടെ മഴയ്ക്ക് മാന്യത വരുത്തലാണ്. നീ എന്താ ചെയ്യുന്നത്? സ്നേഹം പറഞ്ഞത് നീ എന്ത് പറയുന്നത് സ്നേഹനോട്? സ്നേഹം ഞാനത് ആ സിറ്റുവേഷനിൽ സിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ സായി വരുന്നതൊന്നും വേണ്ടല്ലോ. ഒന്നും വേണ്ട സ്നേഹം ആ പോഷൻ കളി ഇടണ്ട. അങ്ങനെ പറയാൻ പോകും. നാളെ ചുമ്മാ തമാശ എക്സ്പ്രഷൻ കൊടുക്കാനില്ല. എനിക്ക് സിറ്റി വെറുതെ ഇല്ല എന്ന് വരെ പറയാം. കളിച്ച കളി പറയാം തരാതില്ല, തന്നിരിക്കും. മനസ്സിലായി? തന്നിരിക്കും. വീഡിയോയിൽ കാണുന്നെങ്കിൽ നന്മ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സംസാരം പുതിയൊരു മനുഷ്യനുള്ള വീഡിയോയിലുള്ള സംഗതി ഞാൻ അവരെ കീപ്പ് ചെയ്യണം എന്നുള്ളത് മാത്രം കീപ്പ് ചെയ്യണം. ബാക്കി ഗുണ്ട വെല്ലുവിളിക്കുകയാണ്. ഇപ്പം നമ്മളെ അല്ലല്ലോ, വിവിയല്ലേ വെല്ലുവിളി. അയാൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇതൊരു തിരിച്ചറിവാണ്. ഇത്തരം ഗുണ്ടകളോടും ക്രിമിനലുകളോടും കൂട്ടുകൂടിയാൽ ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ ഇത് തന്നെയായിരിക്കും. നാളെ പിറ്റേന്ന് നിങ്ങൾക്ക് സത്യം പുറത്തു പറയണമെന്ന് തോന്നിയാൽ പോലും അവർ വെറുതെ വിടത്തില്ല. അവർ നിങ്ങളെ ആ ലൂപ്പിനകത്തിട്ട് പിടിക്കും. ഇവ എന്തിനാ ചൂടാവുന്നേ? അവൻ ചെയ്ത വൃത്തികേടുകൾ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ തെറ്റിന് വേണ്ടിയിട്ട് അവനെ പിടിച്ച് ഊക്കാൻ നിൽക്കുകയാണ്. ആ ചെക്കൻ്റെ മേത്തൊരു മണ്ണ് വീണാൽ നീയാണ് ഉത്തരവാദി. നീ ആരടാ ഉണ്ടേ? നീ എന്തോന്ന് അല്ല, നീ കിടന്ന് തിളങ്ങണ മനസ്സിലാക്കുക. അപ്പുറത്തിരിക്കുന്ന വാഴത്തോട്ടിരുന്ന് തിളങ്ങണ എന്തിന് കുത്തണ്ണയും
അല്ല കുത്ത് അവനാണോ സ്നേഹയുടെ കുത്ത്? അല്ല അതറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഈ പെണ്ണുങ്ങളെ പറയുമ്പോൾ നല്ല വിഷമമുണ്ടല്ലയോ? എൻ്റെ പെണ്ണുമ്പിളിക്ക് എന്തെങ്കിലും സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ഫ്ലവറാണോടാ? അല്ലേ എൻ്റെ പെണ്ണുമ്പിളെ പറഞ്ഞപ്പോൾ അനക്കം അങ്ങോട്ട് നന്ദു. നാട്ടിലുള്ള പെണ്ണുങ്ങളെ പറയാനായിട്ട് കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ അറിഞ്ഞില്ല. വേസ്റ്റ് അവസ്ഥ വ്യൂ ഇല്ല, വാഴ തേങ്ങ അപ്പോഴെങ്ങും ഇല്ലായിരുന്നോ? നിൻ്റെ തള്ളയ്ക്ക് മാത്രം എന്തരാ കഴിവും കാണും, നിൻ്റെ പെണ്ണിന് മാത്രം എന്തരാ ഗുണം. ബാക്കി നാട്ടിലുള്ളവർക്കൊന്നും മക്കളും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നും ഇല്ല അല്ലേ? ഇപ്പം നീ വിളിച്ച എന്തോന്നടാ പൊന്നു വെച്ച വാക്കുകളാണ് നിൻ്റെ നാക്കീന്ന് വന്ന അണ്ണാക്കീന്ന് വന്ന നാറി. ഇപ്പം നീ എന്തോടാ വിളിച്ച തെറി? ഇപ്പം നിനക്ക് തെറി വിളിക്കാം അല്ലയോ? നിനക്കൊരു ന്യായം ബാക്കിയുള്ളവർക്കില്ലേ? 12 പട്ടിയെ വളർത്തി ഒരു വീട്ടിനകത്ത് കയറി കുത്തിയിരിക്കുന്ന വാഴ വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാറ്റഴിച്ചു വിട്ടാ വെല്ലു വിളിക്കുക. എടാ തരത്തി പോയി കളിയടാ, ആകുന്ന പണിക്ക് വല്ലതും ചെയ്താൽ പോരെ. ഇവ എന്തോന്ന് അങ്ങ് ഉണ്ടാക്കി തലയ്ക്കൂന്നാണ്. നീ ആളുകളെ വരട്ടു അല്ലേ? നിൻ്റെ വിരട്ടല് തീർന്നോളും കേട്ടോ. മക്കൾ HP ഒരു പെറ്റീസം പോയിട്ടുണ്ട്, മക്കൾ അവിടെ വന്നൊന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. നീ വിരട്ടല് കുത്തിനെ കൊണ്ട് കിടക്കണ ഇതിനായിരിക്കുമല്ലോ കുത്തണ്ണനെ കൊണ്ട് കിടക്കുന്നത്. അവിടുന്ന് ഒരെണ്ണത്തിനെ കൊണ്ടുവന്നായിരുന്നല്ലോ കുത്തണ്ണന് കാഴ്ച വയ്ക്കാൻ. കാഴ്ച വെച്ചില്ലേ? അതിന് നാട്ടിൽ പറയുന്ന പേര് വേറെന്നാ ബ്രോക്കർ മാമൻ. എന്തിനു തിളകണത്? എന്തോ വാഴയ്ക്ക കണ്ടിട്ടാ? വല്ല കത്തിരിക്ക ഉണ്ടായിട്ടാണോ? ഒന്നും പറയാനില്ല. ഇവൻ്റെയൊക്കെ ചാനലിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്നവരെ വേണം ചേരിപ്പൂരി തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എൻ്റർടൈൻ ചെയ്യാനും ഇവനെയൊക്കെ ഇവൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇത് കണ്ടില്ലെന്ന് ചോദിക്കുന്നവരെ ഞാൻ പച്ചത്തെറി വിളിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട, മനസ്സിലാക്കിക്കോളി. ഇവനൊക്കെ പച്ചപ്രാന്താണ്. നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ട വിഷജന്തുക്കളാണ്. ആ മുതുകാടിനെ എന്തൊക്കെ ഇവൻ പറഞ്ഞാണ്, തെളിവ് ഉൾപ്പെടെ കൊണ്ടുവന്ന് ഒരു മനുഷ്യനത് ചോദ്യം ചെയ്യാനുണ്ട്. അപ്പം ആളിറക്കി ഇവനെ ട്രോൾ ഉണ്ടാക്കുന്നു. പിന്നെ ആളിറക്കി ട്രോൾ ഉണ്ടാക്കുക. കാണുന്ന മനുഷ്യർക്ക് നീ ഒന്ന് നേരെ പുറത്തിറങ്ങടാ, നിന്നെ അടിച്ചു കൊല്ലാൻ നടക്കുകയാണ് ആളുകൾ. അപ്പോഴാണ് അവൻ ടാലൻ്റാക്കാൻ നടക്കണ ക്രിമിനൽ. ജാമ്യം എടുത്താടാ, 2 കേസ് ഓൾറെഡി നെറ്റിലടിച്ച് കിട്ടിയില്ലേ? ജാമ്യം എടുത്താ നീ പണം ഉണ്ടാക്ക്, അത് കോടതി കൊണ്ട് കളയാനുള്ളതാക്കി വെച്ച് തരാം. മനസ്സിലായ? പിന്നെ ഈ പണം നീ ഇങ്ങനെ നാട്ടുകാരുടെ മജ്ജയും മാംസവും തിന്നുണ്ടാക്കുന്ന ഈ പണം തിന്ന് കൊഴുത്തിരിക്കുന്ന അവക്ക് ഇതിൻ്റെ അപ്പുറം കിട്ടണം. അവളെ ഇങ്ങനെയല്ല, വെർബൽ റേപ്പല്ല ചെയ്യേണ്ടത്, പച്ചയ്ക്കാണ് ചെയ്യേണ്ടത്. അത് അതുപോലെ കിട്ടും. അതെന്താണെന്നറിയാമോ? കൂടെ ഇതേപോലെ പാവങ്ങളായ സാധുക്കളായ മനുഷ്യരെ എടുത്തു വെച്ച് കൊടുക്കുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ആ ഒരു സാധനം ദൈവത്തിൻ്റെ കോടതിയിലേക്ക് കൊടുക്കും. അവിടുന്ന് കിട്ടും നിനക്ക് മറുപടി. അത്രയേ ഉള്ളൂ. നീ ഇപ്പോൾ വിവിയെ അങ്ങോട്ട് പറഞ്ഞിട്ട് നീ നന്നാവാൻ നോക്കുന്ന, നീ പറഞ്ഞിട്ടല്ലേ വിവി എൻ്റെ ചാനൽ പൂട്ടിച്ചത്? ഈ നാറി പറഞ്ഞിട്ടാണ് വിവി എൻ്റെ ചാനൽ പൂട്ടിച്ചത്. ആ വോയിസ് ഞാൻ പുറത്തു വിട്ടിട്ടുണ്ട്, ലൈവിനകത്തുണ്ടത്. ഇവനും ഇവൻ്റെ കൂട്ടരും കൂടെ ചേർന്ന് പറഞ്ഞ് പൈസ കൊടുത്താണ് ചാനൽ പൊട്ടിച്ചത്. ഇവന് യൂട്യൂബ് അസോസിയേഷൻ സംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇവൻ്റെ സംഘടന ആദ്യം ചെയ്തത് ഷെഫീനയുടെ ചാനൽ പൊട്ടിക്കുകയാണ്. എന്താ വിരോധാഭാസം എന്ന് ആലോചിച്ച് നോക്കിയാണ്. ചാനൽ യൂട്യൂബേഴ്സ് അസോസിയേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആദ്യം മുറിയണ്ടികളുടെ കൂടെ ചേർന്ന് ഷെഫീനയുടെ ചാനൽ അങ്ങോട്ട് പൂട്ടിക്കുക. എന്താ മെടുക്കൻ! ഇവനെ അങ്ങ് വിശ്വസിച്ച് നമ്പി തലയെ കയറ്റി വെച്ചിരിക്കുന്നവന്മാർക്കെല്ലാം നടുവിരൽ നമസ്കാരവും നല്ല വേറെ ഒന്നും പറയാനില്ല. സ്നേഹ പറഞ്ഞപ്പോൾ നൊന്തുപോയ കുത്തണ്ണ വെച്ചോണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും കൊള്ളാം, ഓൾ ദ ബെസ്റ്റ്. എൻ്റെ സ്നേഹ തിന്നുന്ന ചാപ്പാട് ഞങ്ങളുടെയൊക്കെ തീട്ടമാണെന്നുള്ളത് മറന്നു പോട്ടെ. തിന്നുന്നതേ ഞങ്ങളുടെ തീട്ടമാണ്. ആ തീട്ടം തിന്നുന്നവൾക്ക് ഇതിൻ്റെ അപ്പുറം കേൾക്കണം. ഇതിൻ്റെ അപ്പുറം കേൾക്കണമെന്ന് മാത്രമല്ല, നടു റോട്ടി തുണി ഒരിച്ച് നിർത്തണം ആ സ്ത്രീയെ. ഞങ്ങളെയൊക്കെ വസ്ത്രമില്ലാതായതും പിന്നെ കണ്ടവൻ്റെ കൂടെ കിടന്നെന്നും പിന്നെ പെൺവാണിഫോന്നും എന്തെല്ലാം പച്ചയ്ക്ക് അമരാമെന്ന് എൻ്റെ അമ്മയ്ക്കാണ് അടി കൊടുക്കേണ്ടത്. ഇവനെ വളർത്തി അവൻ്റെ തള്ളയ്ക്കാണ് പാച്ചയ്ക്ക് അടി കൊടുക്കേണ്ടത്. ആ സ്ത്രീ വന്നിട്ട് എടുത്തു വെച്ച് ഞാൻ ഉടുക്കുമായിരുന്നു. ആ പന്ന സ്ത്രീക്കാണ് അടി പൊട്ടിക്കേണ്ടത്. ഈ നാറി തക്കാളി മണി ഇവൻ എന്തൊരു ഞൊട്ടുന്ന്, അവ ആരെ ഞൊട്ടുവെന്ന് അവൻ്റെ ചെവിക്കലടിച്ച് പൊട്ടിക്കാൻ ആളില്ലാതായിപ്പോയി. ആ നാട്ടിൽ മനുഷ്യരില്ലാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ കയറൂരി വിട്ടിരിക്കണം ആരുടെയും നെച്ചിലോട്ട് അങ്ങോട്ട് വാനടിച്ച് കയറാമെന്ന്. എന്നിട്ട് അവൻ്റെ സ്നേഹയ്ക്ക് കൊണ്ടപ്പോൾ നീ ആരടി? എന്നങ്ങനെ തിളക്കിന്നല്ല കിടന്ന് എന്തിൻ്റെ കുത്തിക്കഴപ്പാണടി? നാണോ മാനോ ഉള്ളവനെ പോയി ചത്തുവിടടാ. മനുഷ്യരുടെ അടുത്ത് വെച്ച് ഉടുക്കണ കാണുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര അഭിമാനമാണ്. അതേടാ തളക്കി തന്തയ്ക്ക് വിളി കേൾക്കുന്ന ഭയങ്കര അഭിമാനമാണ്. അങ്ങനെ ഒരു രീതിയിലും ഒരു അഭിമാനമുള്ളവനിക്കല്ലേ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവല്ലേ. ഒരു പിണ്ണാക്ക് പറഞ്ഞിട തന്തയും തള്ളയും ഡെയിലി ഊക്ക് വാങ്ങിക്കുന്ന ഒരു ഊക്ക ഇരുന്നുണ്ടെങ്കിൽ എനിക്ക് കാശൊക്കെ ഉണ്ട്, ഞാൻ ഭയങ്കര. പിന്നെ നീ സ്വർണ്ണക്കരണ്ടിയിൽ വന്ന് ചന്തിയിലെ കുരുവിന് വല്ല പരിപാടിയായോ? ചന്തിക്കുരുവ നടക്കണവേ. അവൻ്റെ പെണ്ണുമ്പിളക്ക് വന്നപ്പോൾ അവനിക്ക് നൊന്തു. ഇനി ഞങ്ങൾ കൊണ്ടിട്ട് അവളെന്താ കള്ളമല്ലേ പറഞ്ഞത്? അവൾ നല്ല കാര്യമാണോ പറഞ്ഞത്? അവൾക്ക് അറിയത്തില്ലല്ലോ നിൻ്റെ ഫ്രോഡ് പരിപാടി. അവളുടെ അടുത്ത് പറഞ്ഞിട്ട് പോകണമായിരുന്നിട്ട് എനിക്ക് ഫ്രോഡുണ്ട്, ഞാൻ ഫ്രോഡാണ്, ഞാൻ ഫ്രോഡായിട്ടാണ് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം. അവളുടെ അടുത്ത് പറഞ്ഞാൽ നീ പറഞ്ഞില്ലല്ലേ. പിന്നെ ഈ അവളെ ഉണ്ടാക്കാൻ നടക്കുന്നത് ആ ചെറുക്കൻ ചെയ്തത് കറക്റ്റാണ്.
ഇനിയിപ്പോൾ കാര്യം എന്തൊക്കെയാണ് അവിടെ അവൻ ചാനൽ കൂട്ടിക്കാൻ നിൻ്റെയൊക്കെ കൂടെ നിന്ന് പൈസ വാങ്ങിച്ച് ചെയ്താണെങ്കിൽ പോലും അവൻ ചെയ്തതാണ് കറക്റ്റ്. അത് കറക്റ്റാണടാ. അവൻ അങ്ങനെ തന്നെ നിന്നെയൊക്കെ കാണിച്ചു തരണം. അതങ്ങനെയാണ്. കർമ്മ സ്ലാപ്പ് യു ഇൻ എ വെരി ബാഡ് മാനർ എന്ന് കണ്ടില്ലേ? അവളെ കൂര പൊക്കി കിടക്കുന്ന ആ പന്നീരെ കൂടെ നടക്കുന്നില്ലേ നീ? ഇനി ഒരുത്തൻ കൂടെ ഒളിച്ചിരിപ്പുണ്ട്, അവനും പുറത്തു വരാനുണ്ട്. വരും കാലഘട്ടങ്ങളിൽ അതെല്ലാം തെളിഞ്ഞ് പുറത്തേക്ക് വരും. ഈ ഇരുന്നങ്ങ് അമരാവതിക്ക് ചാനലിന് നിന്നെ നാട്ടുകാരാണ് കൈകാര്യം ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ജനങ്ങളെ കമൻ്റ് അല്ല ഇടേണ്ടത്, ഇവനെ കാണുന്നെടുത്തിട്ട് പൊട്ടിക്കുകയാണ് വേണ്ടത്. ഒരു സാമൂഹ്യ ദുരന്തമാണവൻ, ഒരു സാമൂഹിക ദുരന്തം.